Good afternoon, all of you, and welcome to the world of statistics. So, ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ടും ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബിലോങ്സ് ടു സാമ്പിളിംഗ് ആൻഡ് റിലേറ്റഡ് ടു ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ കുറേ അധികം ആൾക്കാർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട്സ് ആണ് ആവശ്യപ്പെടുന്നത്, കുറേ അധികം ആൾക്കാർ തിയറട്ടിക്കൽ ടോപ്പിക്കുകളാണ് ആവശ്യപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുന്നത്. പിന്നെ വീഡിയോസ് കുറേ അധികം ആൾക്കാർ നല്ല കമന്റ്സ് തരുന്നുണ്ട്, യൂസ്ഫുൾ ആണെന്ന്. സോ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു രീതിയിലോട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നമുക്ക് ചെയ്യാം. വീഡിയോസ് കാണുന്നുണ്ടെന്നും അത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നും പറയുമ്പോൾ സന്തോഷം. ഓക്കെ, സോ മോർ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ ടൈം കളയുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഫോർ ക്ലസ്റ്റർ സാമ്പിളിംഗ്? First option, cluster sampling will be efficient if the variation between cluster means is as large as possible, while variation within the clusters is as small as possible. Second option, cluster sampling will be efficient if the variation between cluster means is as small as possible, while variation within the clusters is as large as possible. അവിടെ നിൽക്കട്ടെ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ ചുമ്മാതെ അതിന്റെ ആൻസർ മാത്രം ഇതാണ് ഇതിന്റെ ആൻസർ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതാണ് ആൻസർ, അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചാലുള്ള കുഴപ്പം, ഇത് വേറൊരു രീതിക്ക് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് സെഷൻസിൽ പറയാറുള്ള ഒരു കാര്യമാണത്. സോ നമുക്കിതൊന്ന് എന്താന്ന് നോക്കാം. അതായത് ഇതിനകത്ത് പറയുന്നത് ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗ് എഫിഷ്യന്റ് ആവുന്നത് എപ്പോഴാണ്? വിത്തിൻ ക്ലസ്റ്റർ മീൻസിന്റെ വേരിയേഷൻ കുറയുമ്പോഴാണോ, അതോ ബിറ്റ്വീൻ ക്ലസ്റ്റേഴ്സിന്റെ വേരിയേഷൻ കുറയുമ്പോഴാണോ? ഇതാണ് ആദ്യത്തെ രണ്ട് ഓപ്ഷൻസിൽ പറയുന്നത്. ആ രണ്ട് ഓപ്ഷൻസ് ക്ലിയർ ആയാൽ പിന്നെ താപ്പോട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മൾട്ടിപ്പിൾ ആൻസർ സെഷൻസ് ഒന്നും ഇല്ലല്ലോ CSIR പോലെ. ഓക്കെ, അപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ സാമ്പിളിംഗ് ഹൗസ് ഹോൾസ് ഇൻ എ സിറ്റി, ഒരു സിറ്റിയിലെ ഹൗസ് ഹോൾസിനെയാണ് സാമ്പിളിംഗ് ചെയ്യുന്നതെങ്കിൽ, ഒരു ലിവിങ് അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ, ഞാനിപ്പോ കുറെ സിറ്റീസിനെയാണ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താണെന്ന് അറിയാലോ? ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താണ്? ഗ്രൂപ്പ്സ് ദ പോപ്പുലേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോബ്ലം അണ്ടർ സ്റ്റഡി. എന്താണോ നമ്മുടെ ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടറിന്റെ ബേസിൽ നമ്മൾ എൻറ്റയർ പോപ്പുലേഷനെ ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ചിലപ്പോൾ ലൈക്ക് വില്ലേജസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പല സ്കൂൾസ് ആയിട്ടായിരിക്കാം, ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ പല സിറ്റീസ് ആയിട്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പല ബ്ലോക്സ് ആയിട്ട് അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് ക്ലസ്റ്റേഴ്സിനെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിച്ച് സാമ്പിൾ ചെയ്യുന്നു, എന്നിട്ട് ഇൻഫറൻസ് ഉണ്ടാക്കുന്നു. അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ സാധാ സാമ്പിളിംഗ് പോലെ യൂണിറ്റുകളെ അല്ല സാമ്പിളിലോട്ട് സെലക്ട് ചെയ്യുന്നത്. ആ ചെയ്യുന്ന ഓരോ യൂണിറ്റുകളും ക്ലസ്റ്ററുകളായിരിക്കും. കുറച്ച് ക്ലസ്റ്ററുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എക്സാമ്പിളിലോട്ട് വരാം. സാമ്പിളിംഗ് ഹൗസ് ഹോൾസ് ഇൻ എ സിറ്റി. ഒരു സിറ്റിയിലെ ഹൗസ് ഹോൾസിനെയാണ് സാമ്പിളിംഗ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പല ക്ലസ്റ്ററുകളാക്കി ഫോം ചെയ്തു സിറ്റികളെ. ഇനി അങ്ങനെ ക്ലസ്റ്റർ ആക്കുമ്പോൾ ക്ലസ്റ്റേഴ്സ് ഓഫ് എ മിക്സ് ഓഫ് ഡിഫറെന്റ് ഇൻകം ലെവൽസ്, ഡിഫറെന്റ് ഫാമിലി സൈസസ് ആൻഡ് അതർ ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ളതിനെയാണ് ഞാൻ പല ക്ലസ്റ്ററുകളായിട്ട് ഫോം ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ക്ലസ്റ്ററുകൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ എന്താ, വി ഗോട്ട് എ ഗുഡ് റെപ്രസെന്റേഷൻ പാർട്ട്. നമുക്കൊരു നല്ല റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിൾ കിട്ടും. ബിക്കോസ് എല്ലാ ക്ലസ്റ്ററിനകത്തും എന്തുണ്ട്, പല ഇൻകം ലെവൽസ് ഉണ്ട്, പല ഫാമിലി സൈസസ് ഉണ്ട്, പല ക്യാരക്ടേഴ്സ് ഉണ്ട്. അതേസമയം നമ്മളിപ്പോ ക്ലസ്റ്റേഴ്സ് വിത്ത് ഹൈ ഇൻകം ഉള്ളി, ഒരു ക്ലസ്റ്ററിൽ ഹൈ ഇൻകം ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് എന്താ പറയാ, വെരി സിമിലർ ക്യാരക്ടേഴ്സ് ആണ് ഒരു ക്ലസ്റ്ററിൽ വരുന്നതെങ്കിൽ അവിടെ എന്താ, നമുക്കൊരു നല്ല ഗുഡ് റെപ്രസെന്റേഷൻ അല്ല കിട്ടുക. ബിക്കോസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിളിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു ക്ലസ്റ്ററിൽ ഒരു സിമിലർ ക്യാരക്ടറേ ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ക്ലസ്റ്റർ സാമ്പിളിംഗ് വിൽ ബി എഫിഷ്യന്റ് ഇഫ് ദ വേരിയേഷൻ ബിറ്റ്വീൻ ക്ലസ്റ്റർ മീൻ ഇസ് ആസ് സ്മോൾ. ബിറ്റ്വീൻ ക്ലസ്റ്റർ മീൻസ് വേരിയേഷൻ കുറവായിരിക്കണം, പക്ഷെ വിത്തിൻ ക്ലസ്റ്റേഴ്സിൽ വേരിയേഷൻ കൂടിയാലും കുഴപ്പമില്ല. അതായത് ഒരു ക്ലസ്റ്ററിനകത്ത് എല്ലാ ഗ്രൂപ്പ്സും വേണം, പല ഇൻകം ഉള്ള ആൾക്കാർ വേണം, ഫാമിലി സൈസ് പലതുള്ളത് വേണം, പല ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാർ വേണം, എബ്രോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേണം, വോട്ട് എവർ ഇറ്റ് ഇസ്.
ഒരു ക്ലസ്റ്ററിനകത്ത് പല 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 ഗ്രൂപ്പ്സ് ഓഫ് ആൾക്കാർ വേണം. പക്ഷേ പല ക്ലസ്റ്ററുകൾ ബിറ്റ്വീൻ ക്ലസ്റ്റർ ആവുമ്പോൾ വേരിയേഷൻ കുറവായിരിക്കണം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അങ്ങനെ വരുമ്പോഴാണ്, അതായത് വിത്തിൻ ക്ലസ്റ്റേഴ്സ് ലാർജ് വേരിയേഷനും ബിറ്റ്വീൻ ക്ലസ്റ്റേഴ്സ് സ്മോൾ വേരിയേഷനും വരുമ്പോഴാണ് നമുക്കൊരു ക്ലസ്റ്റർ സാമ്പിളിംഗ് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഓപ്ഷൻ സിയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലസ്റ്റർ സാമ്പിളിംഗ് വിൽ ബി മോർ എഫിഷ്യന്റ് ഇഫ് ദ വേരിയേഷൻ ബിറ്റ്വീൻ ക്ലസ്റ്റർ മീൻസ് ആൻഡ് വിത്തിൻ ദ ക്ലസ്റ്റേഴ്സ് ആർ ആസ് സ്മോൾ ആസ് പോസിബിൾ. രണ്ടും ചെറുതായാലാണെന്ന് അതെന്തായാലും ഇനി പറയാൻ പറ്റില്ല. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ആയിരിക്കണം. അത് ഇപ്പോഴത്തെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which measure of central tendency is most affected by extreme values? എക്സ്ട്രീം വാല്യൂസിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്ന സെൻട്രൽ ടെൻഡൻസി ഏതാണ്? അരിത്തമെറ്റിക് മീൻ ആണോ, മീഡിയൻ ആണോ, മോഡ് ആണോ, അതോ എല്ലാത്തിനെയും അഫക്ട് ചെയ്യൂ? എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ വേറൊരു വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ കുറച്ച് നമ്പേഴ്സ് എടുത്തു, 30, 32, 35 ആൻഡ് 36. ഇതിന്റെ അരിത്തമെറ്റിക് മീൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഇനീഷ്യൽ ഒറിജിനൽ വേരിയബിൾസിന്റെ അരിത്തമെറ്റിക് മീൻ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 34 കിട്ടും. അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് അറിയാലോ, അത് 4ഉം കൂടെ ആഡ് ചെയ്യാം, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു 37ഉം കൂടെ ഇരുന്നോട്ടെ. അപ്പോ അരിത്തമെറ്റിക് മീൻ ഓൾമോസ്റ്റ് ഒരു 34 കിട്ടും. മീഡിയനോ 35 വരും, ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ 37ഉം കൂടെ ആഡ് ചെയ്തത്. 35 മീഡിയൻ വരും. അതേസമയം അതിനകത്തൊരു ഔട്ട്ലെയർ ഉണ്ടാവുക എന്ന് വിചാരിക്കാം. ഈ 37, 36, 35, 32, 30 എന്ന് പറയുന്ന നമ്പേഴ്സിലായിട്ട് ഒരു ഔട്ട്ലെയർ വരികയാണ്. അല്ലെങ്കിൽ 37 പകരം ഒരു ഔട്ട്ലെയർ വരികയാണ്. 2 lakhs എന്ന് പറയുന്ന ഒരു നമ്പർ ഔട്ട്ലെയർ ആയിട്ട് വരികയാണ്. അപ്പൊ അരിത്തമെറ്റിക് മീൻ എന്ത് വരും? നേരെ അത് മാറി, 34 എന്നുള്ളത് മാറി ഇതാണ് അതിന്റെ അരിത്തമെറ്റിക് മീൻ വരിക. മീഡിയൻ സ്റ്റിൽ 35, മാറുന്നില്ല. അപ്പോ ഒരു ഔട്ട്ലെയർ വന്നപ്പോ വളരെ ചെറിയ അരിത്തമെറ്റിക് മീനിൽ നിന്നും വളരെ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് മീനിലേക്ക് ചേഞ്ച് ആയി. സോ ഔട്ട്ലെയേഴ്സ് എപ്പോഴും അഫക്ട് ചെയ്യുന്നത് അരിത്തമെറ്റിക് മീനെയാണ്, മീഡിയനെ അല്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, അരിത്തമെറ്റിക് മീൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഫോളോസ് n01 and y is equal to x square, what will be the covariance of x and y? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ. ഇപ്പൊ ഈ പറയുന്നത് എല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് തിയറട്ടിക്കൽ പാർട്സ് പഠിച്ചു വെച്ചാൽ മാത്രം മതി, ശരിയല്ലേ? എക്സ് ഫോളോ ചെയ്യുന്നത് n01 ആണ്. അപ്പൊ കൊവേരിയൻസ് ഓഫ് എക്സ് വൈയുടെ ഇക്വേഷൻ എന്താ? ഇതങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ഒരുപാട് അടുത്ത് ആവശ്യം വരും. ഈ ഇക്വേഷൻസ് തന്നെ പലപ്പോഴും ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, തെറ്റിച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഓപ്ഷൻസ് ആയിട്ട്. സോ ഇത് പഠിച്ചു വെക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻടു എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ഇനി നമുക്ക് വേണ്ടത് കൊവേരിയൻസ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ബിക്കോസ് നമ്മൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തോരും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻടു എക്സ് സ്ക്വയർ, ദാറ്റ് ഇസ് എക്സ് ക്യൂബ്, മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. ഇനി ഇതൊക്കെ എന്താന്ന് നമുക്ക് വേണം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് ഫോളോ ചെയ്യുന്ന n01 ആണെന്ന്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താ? ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് നോർമലിന്റെ മീൻ, വിച്ച് ഇസ് 0. ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താ? 1. കാര്യം വേരിയൻസ് ഓഫ് എക്സ് എന്താ വരിക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ സ്ക്വയർ ഓഫ് എക്സ്. വേരിയൻസ് 1 ആണ് സ്റ്റാൻഡേർഡ് നോർമൽ ആയതുകൊണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ അവിടെ നിൽക്കട്ടെ, മൈനസ് അരിത്തമെറ്റിക് മീന്റെ സ്ക്വയർ, അത് 0. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ 1 ആണ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂബ് എന്താ? ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് നോർമൽ ആയാലും സാധാ നോർമൽ ആയാലും ഓഡ് ഓർഡർ മൊമെന്റ്സ് 0 ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് സിമെട്രിക്. സോ ആൻസർ എന്ത് വരും? 0 minus 1 into 0, which is 0. So covariance will be 0. So option C ആണ് ആൻസർ, 0. Option C. Okay. Next question is belongs to the time series. നമ്മൾ ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ പോലും ടൈം സീരീസിൽ നിന്ന് ചെയ്തിട്ടില്ല, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എന്തായാലും ഉണ്ടാവും. ഓക്കെ, സോ മൂവിംഗ് ആവറേജ് മെത്തേഡ് ഓഫ് ഫിറ്റിംഗ് ട്രെൻഡ് റിമൂവ്സ് ദ എഫക്ട് ഓഫ്. ട്രെൻഡിനെ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മൂവിംഗ് ആവറേജ് മെത്തേഡ്. കുറെ മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, സിമ്പിൾ ആവറേജ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ
ഒന്നും പഠിച്ചു വെക്കണ്ട. ടൈം സീരീസിൽ നിന്ന് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമുക്ക്. രണ്ട് മോഡൽസ് പഠിച്ചു വെക്കുക, അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡൽ. ദെൻ 4 കമ്പോണൻസ് ഉണ്ട് ടൈം സീരീസിന്. ആ 4 കമ്പോണൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെയൊക്കെ ഡ്യൂറേഷൻസ് പഠിച്ചു വെക്കുക. പിന്നെ ഇതിനെയൊക്കെ മെഷർ ചെയ്യുന്നത്, അതിന് ട്രെൻഡും സൈക്ലിക് വേരിയേഷനും മറ്റോ മെഷർ ചെയ്യുന്ന മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ സിലബസ് അനുസരിച്ച്. ഇവിടെ ഇപ്പൊ ട്രെൻഡാണ്, മിക്കവാറും ട്രെൻഡാണ് ചോദിക്കുക, ബിക്കോസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ട്രെൻഡാണ്. സോ മൂവിംഗ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രെൻഡ് റിമൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രെൻഡ് മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. സോ ദ ക്വസ്റ്റൻ ഇസ് മൂവിംഗ് ആവറേജ് മെത്തേഡ് ഓഫ് ഫിറ്റിംഗ് ട്രെൻഡ് റിമൂവ്സ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതിനെയാണ് ഈ മൂവിംഗ് ആവറേജ് റിമൂവ് ചെയ്യുന്നത്? സോ അതിന്റെ ആൻസർ വരുന്നത് ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസിനെയാണ് ട്രെൻഡ് റിമൂവ് ചെയ്യുന്നത്. ഐ മീൻ മൂവിംഗ് ആവറേജ് മെത്തേഡ് റിമൂവ് ചെയ്യുന്നത് ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസിനെയാണ് എപ്പോഴും. ഈ സൈക്ലിക് വേരിയേഷൻസ് എന്ന് പറയുന്നത് ഈ ബിസിനസ് സൈക്കിൾസ് എന്നൊക്കെ പറയില്ല, അതൊരു ലോങ് ടേം വേരിയേഷൻ ആണ്. ഈ ട്രെൻഡ് തന്നെ ഒരു ലോങ് ടേം ഫ്ലക്ച്വേഷൻ ആണ്. ട്രെൻഡ് മോർ ദാൻ 1 ഇയർ പീരീഡ് വരുന്നുണ്ട്. അപ്സ് ആയാലും ഡൗൺസ് ആയാലും ഒക്കെ ഒരു മോർ ദാൻ 1 ഇയർ പീരീഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ ഒരു ലോങ് ടേം ട്രെൻഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് തന്നെ. സൈക്ലിക് വേരിയേഷൻ ഒരു ലോങ് ടേം ഫ്ലക്ച്വേഷൻ ആണ്. സോ അതിനെ ഒരിക്കലും മൂവിംഗ് ആവറേജിന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസിനെ മാത്രമാണ് മൂവിംഗ് ആവറേജ് റിമൂവ് ചെയ്യുന്നത്. ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുമ്പോൾ റാൻഡം കമ്പോണൻസ് ആണ്. അത് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതും റിമൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലോങ് ടേം എന്തായാലും പറ്റില്ല, ബിക്കോസ് ട്രെൻഡ് തന്നെ ഒരു ലോങ് ടേം ഫ്ലക്ച്വേഷൻ ആണ്. ശരിയല്ലേ? ലോങ് ടേം ട്രെൻഡ് ഇസ് ദ മെയിൻ കമ്പോണന്റ് തന്നെ അതാണ്. അപ്പൊ അതിനെ എന്തായാലും കളയാൻ പറ്റില്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഷോർട്ട് ടേം വേരിയേഷൻസ്. അപ്പൊ അത് ഓർത്ത് വെക്കുക, മൂവിംഗ് ആവറേജ് മെത്തേഡ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത് ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസിനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് ബേർഡ്സ് 10,000 ഒറിജിനേറ്റിംഗ് എ ലൈഫ് ടേബിൾ ഇസ് കോൾഡ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് ബർത്ത്, ചിലപ്പോൾ അത് എപ്പോഴും അത് 10,000 ആവണമെന്നില്ല കേട്ടോ. എപ്പോഴും 10,000നെ അല്ല നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് ബർത്ത് ആയിട്ട്, അതായത് യൂഷ്വലി നമ്മൾ എടുക്കുന്നത്. ചിലപ്പോൾ 10,000 ആയിരിക്കും, ചിലപ്പോൾ 100,000 ആയിരിക്കും. ഇത് രണ്ടും വരാം. അപ്പൊ അതിനെ എന്താണ് വിളിക്കുന്നത്? ബർത്ത് റേറ്റ് എന്നാണോ? ശരിക്കും ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബർത്ത് ഇൻ എ ഇയർ ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻടു 1000. അതാണ് ബർത്ത് റേറ്റ്. എന്തായാലും അതല്ലല്ലോ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നേ. അപ്പോ ഓപ്ഷൻ എ നമുക്ക് അവിടെ വെച്ച് തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഇനി റാഡിക്സ് ആണോ കൊഹേർട്ട് ആണോ അത് നോക്കിയാൽ മതി. ഓൾ ഓഫ് ദി അബവ് എന്തായാലും ഇനി വരില്ല. അപ്പൊ റാഡിക്സ് ആണോ കൊഹേർട്ട് ആണോ? റാഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് ബർത്ത് എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് ബർത്ത് യൂസ്ഡ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ കൺസ്ട്രക്ടിങ് എ ലൈഫ് ടേബിൾ. ഒരു ലൈഫ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. ഒരു ലൈഫ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് ബർത്ത്. ഈ 10,000 or 100,000 എന്നൊക്കെ പറയുന്നത്. ഇനി അങ്ങനെയുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ്, അത് പഠിച്ചു വെച്ചോ, റാഡിക്സ്. റാഡിക്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താണ് കൊഹേർട്ട്? കൊഹേർട്ട് എന്ന് പറയുന്നത് is a group of individual born in the same period. ഒരു പീരീഡില് ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ബോൺ ചെയ്യും. അതിനെയാണ് നമ്മൾ കൊഹേർട്ട് എന്ന് വിളിക്കുന്നത്. ഈ കൊഹേർട്ടിന്റെ സൈസിനെയാണ് നമ്മൾ റാഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൊഹേർട്ട് ഒരു ടെക്നിക്കൽ ടേം അല്ല. സോ ഇവിടെ ആൻസർ റാഡിക്സ് ആണ്. സോ റാഡിക്സ് ഇസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് need for the construction of a life table. So ആ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് ബർത്തിനെ നമ്മൾ, അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമ്മൾ റാഡിക്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സൈക്കിൾ ഇൻ എ ടൈം സീരീസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. ഒരു ടൈം സീരീസിലെ ദ സൈക്കിൾ ഇൻ എ ടൈം സീരീസ്, ഒരു ടൈം സീരീസിലെ സൈക്കിൾ അതെന്താണ്? അതിനെന്താണ് പറയാ? ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് എ കോൺവെക്സ് പോർഷൻ. ഒരു കോൺവെക്സ് പോർഷന്റെ എൻഡ് പോയിന്റ് ആണോ? രണ്ടാമത്തെ ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ട്രഫ് ആൻഡ് ദ ക്രസ്റ്റ്. ഓപ്ഷൻ സി ദ എൻഡ് പോയിന്റ്സ് ഓഫ് എ കോൺകേവ് പോർഷൻസ്. ഇതിൽ ഏതാണ്? ഓക്കെ, അപ്പോ ഒരു
സൈക്കിൾ, ഒരു ടൈം സീരീസിന്റെ സൈക്കിൾ എന്ന് പറയുന്നത് റെഫേഴ്സ് ടു recurring patterns of upwards and downwards movement. ഒരു അപ്വേർഡ് മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ഡൗൺ, ചിലപ്പോൾ അപ്വേർഡ് ആയിരിക്കാം, ചിലപ്പോൾ ഡൗൺവേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു പാറ്റേണിനെയാണ് ശരിക്കും നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അത് റെഗുലർ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇറ്റ്സ് നോട്ട് നെസസറിലി റെഗുലർ ഓർ പ്രഡിക്റ്റബിൾ. ഇപ്പൊ സീസണൽ വേരിയേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രഡിക്റ്റബിൾ, ഇറ്റ്സ് എൻറ്റയർലി ഇറഗുലർ. അങ്ങനെയുള്ള ഒരു സംഭവത്തെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കോൺവെക്സ് പോർഷൻ എന്നോ, ഒരു കോൺവെക്സ് പോർഷൻ മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ടൈം സീരീസ് ഇസ് ടോട്ടലി എ ഫ്ലക്ച്വേഷൻ. കോൺകേവ് എന്ന് പറയാൻ പറ്റില്ല, ട്രഫ് ക്രസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. സോ നൺ ഓഫ് ദീസ് ആൻ ആൻസർ. ഈ കോൺകേവ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റ പോയിന്റ്സ് ആർ curved upwards. curved upwards. കോൺകേവ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഡിക്രീസ് ചെയ്യുമ്പോൾ. അപ്പൊ ഇത് രണ്ടും മാത്രമാണ് ഒരു ടൈം സീരീസ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ക്രസ്റ്റും ട്രഫും പറഞ്ഞാലോ? ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പീക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ്, അതായത് ഒരു വാല്യൂ ഹയർ ദാൻ ദി സറൗണ്ടിങ് വാല്യൂസ്. ബാക്കിയുള്ള വാല്യൂസിനെ വെച്ച് നോക്കുമ്പോൾ ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ, അത് മാത്രമാണ് പറയാൻ പറ്റുമോ? അതിന്റെ ഒരു മിഡ് പോയിന്റ് ആണ് പറയാൻ പറ്റുമോ? ട്രഫ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് വാല്യൂ, എ പെർട്ടിക്കുലർ വാല്യൂ ലോവർ ദാൻ ദി സറൗണ്ടിങ് വാല്യൂസ്, ചുറ്റുമുള്ള വാല്യൂവിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു വാല്യൂ. അപ്പൊ അതുമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊന്നുമല്ല സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു കോൺകേവോ കോൺവെക്സോ ക്രസ്റ്റോ ട്രഫോ ഒന്നുമല്ല. നൺ ഓഫ് ദിസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, സോ ഞാൻ ഓപ്ഷൻസ് മാത്രം ഒന്ന് പറയാം. ഫസ്റ്റ് ഓപ്ഷൻ ബി, സെക്കൻഡ് ഓപ്ഷൻ എ, തേർഡ് ഓപ്ഷൻ സി, ഫോർത്ത് ഓപ്ഷൻ ഡി, ഫിഫ്ത്ത് ഓപ്ഷൻ ബി, ലാസ്റ്റ് ഓപ്ഷൻ ഡി. സോ നമ്മളിത് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഡിസൈൻ്റെ മാത്രം ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. അപ്പോ ഇതൊന്ന് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന്. സോ ആ ഇമ്പോർട്ടന്റ് നോക്കി വെക്കാം. ഇനി എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ, ഇപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റിൽ പറയുന്നുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ, നമുക്ക് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഇതിലുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഏതെങ്കിലും തെറ്റാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.